പുതുവൈപ്പിനിലെ LPG ടെർമിനൽ പദ്ധതിക്കെതിരായ സമരവും തുടർന്ന് ഇന്ന് നടത്തിയ സർക്കാരിൻ്റെ ഇടപെടലുകളും താൽക്കാലികമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനുള്ള തീരുമാനവും പഠനത്തിനായി വിദഗ്ധ സമിതിയെയും അയച്ചതുമൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിതിൻ കണിച്ചേരി, KJ ജേക്കബ്, ലാസർ ഷൈൻ, ഡോക്ടർ KS ഡേവിഡ് എന്നിവരാണ് നമ്മുടെ ചർച്ചയിൽ സജീവമായി ചേരുക. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചെത്താം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ആദ്യം തന്നെ ശ്രീ ലാസർ ഷൈനിലേക്ക്. ശ്രീ ലാസർ ഷൈൻ, വർഷങ്ങളായി തുടർന്നു വരുന്ന ആശങ്കയുടെ സമരം ഒന്ന്, ഏറ്റവും ഒടുവിൽ ഉണ്ടായ പോലീസിൻ്റെ ഇടപെടലുകളും അതുണ്ടാക്കിയ വിവാദമായ മാധ്യമങ്ങളിലെ വിവാദവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളും രണ്ട്, മൂന്ന്, ഏറ്റവും ഒടുവിൽ ഇന്ന് സമരക്കാർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. അതിനുശേഷം ഒരു തീരുമാനം ഇന്ന് കൈക്കൊള്ളുകയും ചെയ്യുന്നു. ഇതിൽ തൃപ്തിയുണ്ടോ? ഞാനിപ്പോൾ സമരസമിതിയുടെ സുഹൃത്തുക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി തിരിച്ച് വൈപ്പിനിലേക്ക് വരുന്ന സമരസമിതിയിലെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തു, സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സമരത്തിന്റെ 128ാം ദിവസമായ നാളെ അവർ സമരം തുടരുകയാണ്. ഉപരോധം ഏത് നിലയിലാണോ ആ സമരം നടന്നിരുന്നത് ആ നിലയിൽ തന്നെ സമരം തുടരുകയാണ് എന്നാണ് അവരിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതായത് അവർ മുന്നോട്ട് വെച്ച സമരത്തിൽ അവർ തൃപ്തരല്ല ഇന്നത്തെ ചർച്ചയിൽ എന്നാണ് അതിൽ വ്യക്തമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 127 ദിവസമായി തുടർന്നിരുന്ന ആ സമരം 128ാമത്തെ ദിവസമായ നാളെയും തുടരും. അതേസമയം അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചയിൽ പ്രധാനമായി ഉണ്ടായ ഒരു കാര്യം, അതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര സമിതിയെ നിയമിക്കും എന്നതാണ്. ആ കാര്യത്തിൽ അവർ പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. അവർ ആ പഠനത്തിൽ പങ്കെടുക്കാനും അവർ തയ്യാറാണ്. അവർക്കതിൽ അഭിപ്രായങ്ങളുമുണ്ട് ആ വിഷയത്തിൽ. രണ്ടാമതൊരു കാര്യം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, ഈ സമരസമിതി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഈ പദ്ധതി ഉപേക്ഷിക്കണം, അതായത് വൈപ്പിനിൽ പാടില്ല എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, പ്രധാനമായൊരു കാര്യം, ഈ ലാത്തി ചാർജ് എന്ന് പറയുന്ന ഒരു അതിക്രമം നമ്മൾ നേരിൽ കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഭീകരമായ കുറഞ്ഞ പക്ഷം ഏതാണ്ട് 1000-ഓളം പേർ പല സമയങ്ങളിലായി അറസ്റ്റിലായി, കുട്ടികളും സ്ത്രീകളും അടക്കം ആക്രമിക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളിൽ സ്ത്രീകൾക്കടക്കം പരാതിയുണ്ട്. തലയടിച്ചു പൊട്ടിച്ച സംഭവങ്ങളുണ്ട്. അതിൽ പാർട്ടി വ്യത്യാസമൊന്നുമില്ല. അതിൽ CPM-കാരും CPI-കാരും കോൺഗ്രസ്സുകാരും ഒക്കെയുള്ള ഒരു വലിയ ജനക്കൂട്ടത്തിന് നേരെ നടന്ന ആക്രമണം. ആ ആക്രമണത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്നും അവർ വളരെ വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമരം തുടരുകയാണ്, സമരം അവസാനിച്ചിട്ടില്ല. ഇന്ന് ഒരു ചർച്ച നടന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് സമരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ശരിയായിരിക്കാം. പക്ഷേ ഒരു വിദഗ്ധ സമിതിയെ പാരിസ്ഥിതിക പഠനവുമായി ബന്ധപ്പെട്ട് അയക്കാം എന്നതാണ് സർക്കാർ എത്തിയ തീരുമാനം. ആ തീരുമാനത്തോട് സമരസമിതി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിദഗ്ധ സമിതിയുടെ പഠനത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾക്കുള്ള അംഗീകാരത്തിന് ബാധ്യത കൂടി ഈ സമരസമിതിക്കുണ്ടാവുകയല്ലേ ലാസർ? അതെ, സ്വാഭാവികമായും പഠന റിപ്പോർട്ട് എന്താണെന്നുള്ളത് അതിൽ വളരെ പ്രധാനമാണല്ലോ ഒരു സമരസമിതിയെ സംബന്ധിച്ച്. അപ്പൊ അത്തരം ഒരു പഠനവുമായി, ഒരു ശാസ്ത്ര സമിതിയുമായി അല്ലെങ്കിൽ ഒരു വിദഗ്ധ സമിതിയുമായി ചേർന്നുള്ള ഒരു പഠനത്തിൽ, ആ പഠനത്തിൽ തന്നെ അവർക്ക് അഭിപ്രായമുണ്ട്. അത്തരം അഭിപ്രായങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് സമിതി ഏതാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. അത് എത്ര ദിവസം കൊണ്ടാണ് ഇത് പഠനം പൂർത്തിയാക്കുന്നത് എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സമരസമിതിക്കും സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന സംഘടനകൾക്കും എല്ലാവർക്കും തന്നെ അഭിപ്രായം ഉണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു, ഈ സമരം നടത്തുന്ന സമിതിക്ക് ഐക്യദാർഢ്യം വരുന്ന സംഘടനകളും ഒക്കെ ചേർന്നൊരു വലിയ ഒരു സംഘാടനമാണ് ഈ സമരം എന്നുള്ളത്. അപ്പോൾ ഒരു വലിയ കൂടിയാലോചനകളിലൂടെ മാത്രമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കുക. അതുകൊണ്ട് വിദഗ്ധ സമിതി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് ആ വെക്കുന്ന റിപ്പോർട്ടിനനുസരിച്ച് ഉള്ള കാര്യമാണല്ലോ. എന്തായാലും അത്തരം ഒരു റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എല്ലാവരെയും തന്നെ
കുറിച്ച് തന്നെ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പാരിസ്ഥിതികമായ ഒരു കാര്യത്തിൽ വളരെ വിദഗ്ധമായ ഒരു സമിതി പഠനം നടത്തുന്നു. സമരത്തെ സംബന്ധിച്ച് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ അല്ലെങ്കിൽ ഒരു ആവശ്യത്തെ അംഗീകരിച്ചിരിക്കുന്ന ദിവസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടിരിക്കുന്നവർ, സമരസമിതി, വൈപ്പിനിലെ ജനത എല്ലാവരും തന്നെ അതിനെ അംഗീകരിക്കുന്നു. നമ്മളും അതിനെ അംഗീകരിക്കുന്നു. ആ അംഗീകാരം എന്നതിനപ്പുറത്തേക്ക് സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കില്ല. ഒന്ന്. രണ്ട്, ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങളും അല്ലെങ്കിൽ ക്രമക്കേടുകളെയും സംബന്ധിച്ച് സമരസമിതി മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾ അത് പരിഹരിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള വിദഗ്ധ സമിതിയെ നിയമിക്കുകയും ചെയ്തു. സർക്കാർ അവിടെ കൃത്യമായി നയം പറയുകയും ചെയ്തു. അതായത് ഇത് പദ്ധതി ഉപേക്ഷിച്ചാൽ, ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്, അത് ഉപേക്ഷിച്ചാൽ വരുന്ന നഷ്ടം, രണ്ട്, അതുണ്ടാക്കാവുന്ന ചില സന്ദേശമുണ്ട്. ഇത്തരം സമരങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമരങ്ങൾക്ക് അത് നൽകുന്നൊരു സന്ദേശമുണ്ട് പിന്മാറിയാൽ. ആ സന്ദേശത്തിന് സർക്കാർ എതിരാണെന്ന് കൃത്യമായ നിലപാട് അറിയിക്കുകയും ചെയ്തു. പക്ഷെ താൽക്കാലികമായി മാത്രമാണ് നിർത്തിവെക്കുന്നത് എന്നും സർക്കാർ കൃത്യമാണ്, കട്ട് ആൻഡ് ഡ്രൈഡാണ് കാര്യങ്ങൾ. പക്ഷേ വിദഗ്ധ സമിതിയെ നിയമിക്കും എന്ന് പറയുകയും ചെയ്തു. ഈ വിദഗ്ധ സമിതിയുമായി ബന്ധപ്പെട്ട പഠനങ്ങളുടെ ആകത്തുക എന്തോ അതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾക്ക് ബാധ്യത സമരസമിതിക്കും ഈ സമരം ചെയ്യുന്നവർക്കും ഉണ്ടാവുകയല്ലേ എന്ന ചോദ്യത്തിന് താങ്കൾ കൃത്യമായ മറുപടി പറയുന്നില്ല ലാസർ. അത് വളരെ വ്യക്തമാണല്ലോ. അതായത് ഇപ്പോൾ വിദഗ്ധ സമിതി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സമിതിയാണല്ലോ. അതിപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു, അല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു റിപ്പോർട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കുകയും നമുക്ക് സാധ്യമല്ലോ. സ്വാഭാവികമായി സർക്കാരിന് തന്നെ പിന്നോട്ട് സ്വാഭാവികമായി സർക്കാരിനെ സംബന്ധിച്ച് അത്തരമൊരു റിപ്പോർട്ട് വരുന്നു. ആ റിപ്പോർട്ടിൽ ഈ പറയുന്ന വൈപ്പിൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇത് പാരിസ്ഥിതികമായി പറ്റില്ല എന്നാണ് ആ റിപ്പോർട്ട് വരുന്നതെങ്കിലോ, അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരിന് അപ്പൊ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും. ശ്രീ കെ ജെ ജേക്കബ്, താങ്കളിലേക്ക്. അതായത് ഒരു ലാത്തി ചാർജും അതുമായി ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ചർച്ച ചെയ്യാം. ഇന്ന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ സർക്കാർ കൃത്യമായ ഉള്ള ഒരു ഇടപെടലും ആശങ്കയ്ക്ക് പരിഹാരവുമാകുന്ന ഒരു താൽക്കാലിക ശമനം ഈ വിഷയത്തിൽ ഉണ്ടാക്കി എന്ന് തന്നെ കരുതാം. ലാസറും അതിനെ വിയോജിക്കുന്നില്ല. ഒരു സമസ്ത മേഖലയിലും ഇടപെടാനുള്ള, വികസനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ സമസ്ത മേഖലയിലും ഇടപെടാനുള്ള സർക്കാരിൻ്റെ ബാധ്യത, ആ ബാധ്യത നിറവേറ്റപ്പെടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉതകുന്നതാണോ ഈ സമരം? അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളെ എങ്ങനെ നിഷ്പക്ഷമായി വിലയിരുത്താം? ശ്രീ കെ ജെ ജേക്കബ്. ഇത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് ഇത്ര കാലം വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ സത്യത്തിൽ അമ്പരന്നിരിക്കുന്ന കാര്യം. ഇപ്പം പുതുവൈപ്പിലുള്ള മനുഷ്യർ വിചാരിക്കുന്നത് അവിടെ 500 ട്രക്കുകൾ ഓരോ ദിവസവും വന്നു പോകുമെന്നുള്ളതാണ്. അതൊരു ചെറിയ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം 500 ട്രക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഒരു ട്രക്ക് വെച്ച് അവരുടെ ചെറിയ ഗ്രാമത്തിൽ വരുമെന്നുള്ള അവരെ സംബന്ധിച്ചൊരു ഭയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് അവിടുന്ന് പക്ഷെ നമ്മൾ കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിലേക്ക് IOC ആകെ കൊണ്ടുവരുന്ന ട്രക്കുകൾ ഒരു ദിവസം 100 എണ്ണമാണ്. അതിൽ 50 എണ്ണം ഉദയംപേരൂർ അവരുടെ ബോട്ടിംഗ് പ്ലാന്റിലേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 50 ട്രക്കുകളാണ് ഏകദേശം ഈ പുതുവൈപ്പിലേക്ക് വന്നാൽ തന്നെ വരിക. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷയാണ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അവിടുത്തെ ആരോട് പറഞ്ഞിട്ടുണ്ടായിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സർക്കാർ അവിടുത്തെ മനുഷ്യർക്ക് അവരുടെ തൊട്ട് മുമ്പിൽ ഉള്ള ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും സർക്കാരിന് കൃത്യമായിട്ട്, സർക്കാരിനോ IOCക്കോ അവരുടെ ആശങ്കകളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഉള്ളതായിട്ടോ അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമം സർക്കാരോ IOC നടത്തിയതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, ആ പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വരാഹിത്യത്തോടു കൂടിയാണ് IOC പെരുമാറിയത്. അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥ അവർ ഉണ്ടാക്കി വെച്ചു. അത് നമ്മുടെ സർക്കാർ പ്രോജക്റ്റുകളിലുള്ള ഒരു പ്രശ്നമാണ്. അതായത് ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റുമായിട്ട് വന്നിട്ടുള്ളതാണ്, നിങ്ങളെല്ലാം സഹിച്ചോണം എന്നുള്ളത്. ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ അവിടുത്തെ സമരം അക്രമാസക്തമായത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
അതുകൊണ്ട് ഇത്തരം ഒരു ഇടപെടൽ വളരെ നേരത്തെ ഉണ്ടാകേണ്ടതായിരുന്നു. അവിടുത്തെ ആ ചെറിയ ഗ്രാമത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കേൾക്കാനും അതിനൊരു പരിഹാരം അവർക്കൂടി തൃപ്തികരമായ വിധത്തിൽ പരിഹാരം ഉണ്ടാക്കുവാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്. ഈ പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുന്ന കമ്പനി അതൊരു പൊതുമേഖലാ കമ്പനി ആണെങ്കിലും അവർക്കുമുണ്ട്. താങ്കൾ പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. അടിവരയിടണം. ശരിയാണ്. പദ്ധതിയുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർക്കേണ്ട മഞ്ഞുരുക്കേണ്ട അവസ്ഥകളൊക്കെ ഇടപെടണം എന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഭയപ്പെട്ട് പൊതു താല്പര്യത്തെ ഹനിക്കണമോ എന്നതാണ് എൻ്റെ മർമ്മപ്രധാന ചോദ്യം. ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഏത് ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എടുത്താലും ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേയുടെ വികസനം, അല്ലെങ്കിൽ ഇപ്പം ഈ LNG പൈപ്പ് ലൈനിൻ്റെ പ്രശ്നം, ഇതിൻ്റെയൊക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കും നേരത്തെ നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടിയിട്ടുള്ള മൂലംപള്ളിക്കാരുടെ സമരം, ഇതിൻ്റെ അകത്തൊക്കെ പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികസനം എന്ന് നമ്മൾ പറയുന്നതിൻ്റെ വില ഒരു ചുരുക്കം ചില മനുഷ്യരായിട്ട് കൊടുക്കുന്നതിൻ്റെ പ്രശ്നം കേരളത്തിൽ സാധാരണഗതിയിലുണ്ട്. അത്തരമൊരു കാര്യമാണ് ഇവിടെയും നടപ്പാക്കാൻ നോക്കിയത്. അവർ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാനിതിനകത്ത് കാണുന്നത്. ഇത് ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കണം എന്നുള്ള കൂട്ടത്തിൽപ്പെടുന്ന ആളല്ല ഞാൻ. ഈ പ്രോജക്റ്റ് സേഫ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ പ്രോജക്റ്റുകളൊക്കെ നടത്തുമ്പോഴും ഇതിൻ്റെ വില കുറച്ച് മനുഷ്യർ മാത്രമായിട്ട് കൊടുക്കണം എന്ന് നമ്മുടെ നാട്ടിലെ സാധാരണ നടപടിക്രമം നടക്കില്ല എന്ന് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കേൾക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ആ പ്രോജക്റ്റുമായിട്ട് അവർ മുമ്പോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതവിടെ നിന്ന് ശ്രീ കെ ജെ ജേക്കബ്, ഞാൻ ആക്രമിക്കുകയല്ല, ഞാനൊന്ന് വിലയിരുത്തിക്കോട്ടെ. ഇത്രയേറെ ധാരണയുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ അപൂർവം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ലേഖനവും അടക്കം വായിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി താങ്കൾക്ക് കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ആംഗിളുകൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായ ബോധ്യവും അതേ സംബന്ധിച്ച് കൃത്യമായൊരു മാനിഫെസ്റ്റോയും താങ്കൾക്കുണ്ട്. പക്ഷേ താങ്കൾ പോലും എന്തിനെയൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയങ്ങളിൽ ഒരു പൊടിയും വെണ്ണയും ചാലിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അത് എൻ്റെ ഒരു ധാരണാപിശകാണോ? ഇതിൻ്റെ അകത്ത് പൊടിയുടെയും വെണ്ണയുടെയും ആവശ്യമില്ല. കാരണം ഇത് IOCയുടെ ഒരു കമേഴ്ഷ്യൽ പ്രോജക്റ്റാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതല്ലാതെ ഇത് കേരളത്തിലേക്ക് വലിയ വികസനം കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റൊന്നും അല്ലിത്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന തൊഴിലിൽ ഭയങ്കരമായി കൂടുതലൊന്നുമില്ല. നമുക്കിതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ LPGയുടെ അവൈലബിലിറ്റി കൂടുതലാവും. ആ കാര്യത്തിൽ സംശയമില്ല. അത് സാധാരണക്കാരും പാവപ്പെട്ടവനും കൊതുമ്പ് കത്തിക്കുന്ന അലർജിയുള്ള സ്ത്രീക്കും ഒക്കെ ഉപകാരപ്പെടുന്നതല്ലേ? വികസനം അവിടെ ഒരു സവർണദേഹികൾക്ക് മാത്രം മാറുന്ന പ്രക്രിയ അല്ലല്ലോ കേരളത്തിൽ. ഒന്നുമല്ല. ഇത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് കേരളത്തിലേക്ക് ഇപ്പോൾ ഇവരുടെ കണക്കനുസരിച്ച് ഇവിടെ കൊണ്ടുവരും. നമുക്കിപ്പം ഉള്ളതിനേക്കാൾ കൂടുതൽ ഓരോ വർഷവും 10%, 18% വെച്ചിട്ട് നമ്മുടെ ഗ്യാസിൻ്റെ റിക്വയർമെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്തരം പ്രോജക്റ്റുകൾ ഉണ്ടായേ പറ്റൂ. എനിക്ക് ആ കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി വരും. നമ്മുടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ LPG റിക്വയർമെൻറ്റ് ഇതിനു വേണ്ടി മാത്രമല്ല, IOCയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് സേലത്തേക്ക് ഗ്യാസ് എത്തിക്കാനുള്ള ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ്. നമ്മളതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ള പോയിന്റ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ അങ്ങനെ പ്രോജക്റ്റ് നടത്തുമ്പോൾ ഈ ഒരു കേസിൽ മാത്രമല്ല ഞാനിത് കാണുന്നത്. എല്ലാ കേസുകളിലും ഇത്തരം പ്രോജക്റ്റുകളുടെ വില അവിടെ അത് ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മനുഷ്യർ കൊടുക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിനോട് മാത്രമേ എനിക്ക് എതിർപ്പുള്ളൂ. അതല്ലാതെ ഈ പ്രോജക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ്. കാരണം ഇതിൽ അവിടെ പറഞ്ഞു പരത്തുന്ന പല കാര്യങ്ങളും സത്യമല്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ആളാണ്. അതാണ് ഞാൻ നേരത്തെ ആ ട്രക്കുകളുടെ എണ്ണത്തിന്റെ കാര്യം പറഞ്ഞത്. അതാണ് കാതലായ വിഷയത്തിലേക്ക് തന്നെ ശ്രീ കെ ജേക്കബ് എത്തി. കാരണം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം ഞാൻ വായിച്ച ചില കാര്യങ്ങളുണ്ട്. കാരണം താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസിദ്ധമാണ് എന്നതുകൊണ്ടാണ് അത് കോട്ട് ചെയ്തത് ചർച്ചയിൽ. തീർച്ചയായും അത് ശരിയാണ്. ആ കാതലായ വിഷയത്തിലേക്ക് എത്തി. പ്രോജക്റ്റും പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ സമരക്കാരും താങ്കൾ പറയുന്നതും തമ്മിൽ വ്യതിരിക്തമായ നിലപാടുകൾ തന്നെയാണ് എന്നതിലേക്കാണ് എത്തുന്നത്. അടുത്ത ഘട്ടത്തിൽ പോലീസിങ്ങുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകളിലെ അശാസ്ത്രീയതയിലേക്ക് എത്താം. നിതിൻ കണിച്ചേരി ഇവിടെ വേണ്ടവണ്ണമുള്ള ഒരു കൂടിയാലോചനയോ അല്ലെങ്കിൽ കുരുക്കഴിച്ച് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു പിടിപ്പുകേടോ സർക്കാരിൻ്റെയോ അധികൃതരുടെയോ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ഒരു കാര്യമാണ്. ഒന്ന്, പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടൂ എന്നൊരു പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സമരസമിതി അവിടെ എടുത്തുകാട്ടുന്നത്. അത് ധാരണാപിശകുകൾ വർദ്ധിപ്പിക്കാനുള്ളതാണെങ്കിൽ ആ പരസ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ക്ലിയർ ചെയ്യാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്ത് നിലപാടാണ് ഉണ്ടായത്?
1% അപകട സാധ്യത ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയുമായി ഒരു ജനകീയ സർക്കാർ മുമ്പോട്ട് പോകുന്നതിലെ കാര്യമെന്ത്? ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കണം. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ഏറ്റവും പുതിയ അപ്ഡേഷനോട് കൂടി തന്നെ. നിതിൻ കണിച്ചേരി. ഇല്ല, ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണല്ലോ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ജനങ്ങൾക്ക്, ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു പ്രദേശത്തിനകത്ത് ഒരു ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക ദൂരീകരിക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്ത് ഈ സമരക്കാരുമായി ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയും ഒരു വിദഗ്ധ സമിതിയെ, നിലവിൽ സമരക്കാർ അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ, ആ പ്രദേശവാസികൾ അവരുടെ ആശങ്കകളായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പാരിസ്ഥിതികാനുമതി, തീരദേശ സംരക്ഷണ നിയമം തുടങ്ങിയ സമരക്കാർ പല ഘട്ടങ്ങളിലായി അവർ തന്നെ പറഞ്ഞ ഇത്തരത്തിലുള്ള അനുമതികളെല്ലാം നേടിയത് ക്രമവിരുദ്ധമായി ആണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങളുണ്ടായി. ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ വെക്കാനും അതിനുശേഷം മാത്രമേ താൽക്കാലികമായി ഈ പദ്ധതി, നമ്മളത് ശ്രദ്ധിച്ച ഗവൺമെൻറ് പറഞ്ഞ കാര്യം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കണം, താൽക്കാലികമായി ഈ പദ്ധതി നിർത്തിവെക്കുവാനും, എന്നാൽ അതൊരു മെസ്സേജാണ്, ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഈ സർക്കാർ ഏത് പദ്ധതിയുമായും മുന്നോട്ട് പോകും. എന്നാൽ അതിനർത്ഥം ഏത് പദ്ധതിയെയും എതിർക്കുന്നതിന് വേണ്ടി വരുന്ന നിഗൂഢമായ താല്പര്യങ്ങൾ, കുപ്രചരണങ്ങൾ നടത്തി ജനങ്ങളെ ഇടയ്ക്ക് വിടാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. നിശ്ചയിക്കപ്പെട്ട വികസന, ഈ രാജ്യത്തിൻ്റെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ, ജനങ്ങളുടെ പുരോഗതിക്ക് ആവശ്യമായ വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട് പോകും. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക്, ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യനുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കാൻ ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ഈ സർക്കാർ ഇടപെടും. ഇതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു, ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് ആ ഇടപെടലുകൾ ശ്ലാഘനീയം തന്നെ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ചില കോഡുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ പ്രതിനിധീകരണവും എനിക്കുണ്ട്. മൗണ്ടഡ് LPG ടെർമിനൽ എന്ന ഏറ്റവും വലിയ സുരക്ഷാ മാർഗം, 2 മീറ്റർ മണൽ, ഇത്ര മീറ്റർ ഖനം, അതിന് ചുറ്റും ഇത്ര മീറ്റർ കോൺക്രീറ്റ്, അതിൻ്റെ പൈപ്പ് വരുന്ന ലൈനുകളിലൊക്കെ പാലിക്കുന്ന വലിയ സുരക്ഷ, ഇതൊക്കെ പാലിച്ചുകൊണ്ട് പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതൊക്കെയാണ് IOC അത് കൃത്യമായി ചെയ്യും. കാരണം പെട്രോളിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങനെ രാജ്യത്ത് നടപ്പാക്കാനുമാകില്ല. അതിനൊക്കെ ചില നിയതമായ നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പാലിക്കപ്പെടുന്നുണ്ട് എന്നതാണ് എങ്കിൽ ഇന്നത്തെ സമരസമിതി എത്തിയ തീരുമാനത്തിൽ ഒരു വിദഗ്ധ സമിതിയെ നിങ്ങളുടെ പഠനത്തിനായി അയക്കാം, അതുവരെ ഇത് നിർത്തിവെക്കൂ എന്ന് പറയുന്നതിൽ ഒരു നിലപാടില്ലായ്മ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ നിതിൻ കണിച്ചേരി? അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. സർക്കാർ പറഞ്ഞ എന്താ, ജനങ്ങളുടെ ആശങ്ക, ആരെയും ഭയപ്പെടുന്നില്ല. ജനങ്ങളുടെ എല്ലാ ആശങ്കകളും ജനങ്ങൾ ഉയർത്തിപ്പിടിച്ച സമരത്തിന്റെ ഭാഗമായി ആ പ്രദേശവാസികൾ അവർ ഉയർത്തിപ്പിടിച്ച എല്ലാ ആശങ്കകളും പരിഹരിക്കുന്നതിനാണ് ഈ സർക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചത്. എല്ലാ അനുമതികളെ സംബന്ധിച്ചും വീണ്ടും പരിശോധിക്കുമെന്ന് തീരുമാനിച്ചത്. ആ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഏകപക്ഷീയമായി സർക്കാർ ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. അല്ലെങ്കിൽ ഈ ആശങ്ക മുൻനിർത്തി ആ പ്രദേശവാസികൾ ഇപ്പൊ സമരം ചെയ്യുന്ന ആളുകളെ വിളിച്ച് അവരുടെ കൂടി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു കൂട്ടിയാണ് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആശങ്ക, സമരവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള യഥാർത്ഥ ആശങ്ക, ആ ആശങ്കയുമായി മുന്നോട്ട് വന്ന ജനങ്ങൾക്ക് സർക്കാരിന്റെ തീരുമാനം അവർ സ്വാഗതം ചെയ്യുമെന്നാണ് കരുതുന്നത്. ഏത് പദ്ധതി വന്നാലും ഏതിനെയും രാഷ്ട്രീയമായി എതിർക്കാൻ വേണ്ടി കച്ചകെട്ടിറക്കിയിട്ടുള്ള ചില ആളുകളുണ്ട്. അതിന് സർക്കാരിന്റെ ഇടപെടലുകൾ ജനകീയമായ ഇടപെടലുകൾ തന്നെയാണ്. ശ്രീ ഡോക്ടർ KS ഡേവിഡ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. ശ്രീ KS ഡേവിഡ്, ഈ വികസനം എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് അജണ്ട, മൂലധന താല്പര്യം തുടങ്ങിയ പദാവലികളാൽ അലങ്കൃതമാകാത്ത ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിലുണ്ടോ? ഗെയിലാകട്ടെ, വിഴിഞ്ഞം പദ്ധതികളാകട്ടെ, ഏത് പദ്ധതിയായാലും ഒരു 100 പദ്ധതി ഇവിടെ ഇരുന്ന് പറയാനാകും. ഈ LPG ടെർമിനലിൻ്റെ കാര്യവും അതെ. എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണേണ്ടത്? പുതിയ ഒരു ലിറ്ററസി, വികസനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായൊരു ലിറ്ററസിയുടെ അഭാവം ജനങ്ങളിലുണ്ട്. അത് കൃത്യമായി മുതലെടുക്കാൻ ചില കേന്ദ്രങ്ങളുമുണ്ട്. അങ്ങനെയാണോ? വികസനത്തെ ഭയപ്പെടുന്ന ഒരു മനസ്സാണ് മലയാളിക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്.
ഇവിടെ 4 വരി പാത വന്നപ്പോൾ നമ്മൾ അതിനെതിരായി സമരം ചെയ്തു. വികസനത്തിനെതിരെ നിൽക്കുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെയുള്ള നാടാണ് കേരളം എന്നാണ് ഒരു കേന്ദ്രമന്ത്രി ഒരിക്കൽ എന്നോട് പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിൽ അത് ശരിയുമായിരുന്നു. ഇത് ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന അസുരക്ഷിത ബോധമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. ഒരു കാര്യം സത്യമാണ്, നോ ഡെവലപ്മെന്റ് പ്രോജക്ട് ക്യാൻ ബി എൻഫോഴ്സ്ഡ് അൺലെസ് അണ്ടിൽ ദെയർ ഈസ് എ സോഷ്യൽ സാങ്ഷൻ. സാമൂഹ്യമായ അംഗീകാരമില്ലാത്ത ഒരു പദ്ധതിയും നടപ്പാക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് സർക്കാർ ഇതിന്റെ ആശങ്കകൾ ദൂരീകരിക്കാനായിട്ട് ചർച്ചകൾ നടത്തിയതും മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വന്നതും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ സർക്കാർ എന്ത് നിലപാടെടുത്താലും ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാനായിട്ടുള്ള എന്ത് നടപടിക്രമം പോയാലും ഈ സമരം അവസാനിപ്പിക്കാൻ ഈ സമരസമിതിക്ക് കഴിയില്ല. കാരണം ഇതിന്റെ പിന്നിലുള്ള ഒരു അടിസ്ഥാനപരമായ സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ആ സ്ഥാപിത താല്പര്യങ്ങളാണ് വെളിച്ചത്ത് വരേണ്ടത്. ഒന്നാമത് അന്വേഷിക്കേണ്ടതിനുള്ള ഈ സാമ്പത്തിക സ്രോതസ് എവിടെയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നലെ മധ്യ കേരള IG പി വിജയനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നി. ഒന്ന്, ഒരു പരമോന്നത നീതിപീഠത്തിന്റെ ഉത്തരവ് നിലനിൽക്കുന്നു ഇവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് ഈ നിർമ്മാണത്തിന്. 2, പ്രധാനമന്ത്രി വന്ന ദിവസം അതിശക്തമായ ചില സുരക്ഷാ പ്രശ്നങ്ങൾ അവർക്ക് കണക്കിലെടുക്കേണ്ടി വന്നു. കാരണം ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ ഭീഷണി വളരെ അടിസ്ഥാനപരമായിട്ട് തെളിവുകൾ സഹിതം അവരുടെ പക്കൽ ലഭിച്ചു. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ഇതെല്ലാം പോട്ടെ, ഈ ജനങ്ങളെ കൺവിൻസ് ചെയ്യാവുന്ന ഒരു ലോജിക്കൽ ആർഗ്യുമെന്റ് ഇവർക്ക് വയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റുകൾ, ഇതിനേക്കാൾ കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നു. ഇവിടെ കേരളത്തിൽ തന്നെ എത്ര സ്ഥലങ്ങളിൽ ഇത് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ 8-9 കൊല്ലമായിട്ട് പണി നടക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് നിർത്തിവെക്കാനായിട്ട് ഈ ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് വന്നത് എന്തിനാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ കേട്ടത്, ഏതോ ഒരു മതസംഘടന ഒരു ദേവാലയം പണിയുന്നതിന് വേണ്ടി ലക്ഷങ്ങൾ ചോദിച്ചത് കൊടുത്തില്ല എന്നുള്ളതാണ് ഈ കരാറുകാരുമായിട്ടുള്ള പ്രശ്നം. മണിയടിച്ചുകൊണ്ടാണ് ആളുകളെ, ദേവാലയം മണിയടിച്ചുകൊണ്ടാണ് ആളുകളെ കൂട്ടിയെന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള സ്ഥാപിത താല്പര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. ടാങ്കർ ലോബിയുടെ കാര്യവും പറയുന്നുണ്ട്. ടാങ്കർ ലോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തമിഴ്നാട് മാഫിയാണ് ഈ ബുള്ളറ്റ് ടാങ്കേഴ്സ് കൊണ്ടു നടക്കുന്നവർ. അവർക്കെതിരായിട്ടുള്ള ഒരു നീക്കം ഇവിടെ വരും എന്നുള്ളത് കൊണ്ട് അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു നെറ്റ്വർക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഇതിന്റെ പുറമെ ഇതിൽ ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചില ഭീകരവാദി സംഘടനകൾ ഈ രാജ്യത്തുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉന്നത പോലീസ് തീർച്ചയായും ലാസർ ഷൈൻ, താങ്കളിലേക്കാണ് ആ ചോദ്യം എത്തിയിരിക്കുന്നത്. അതായത് LNG നിറയ്ക്കുന്ന പല ടാങ്കുകളും അവിടെയുണ്ട്, സംരംഭങ്ങളുണ്ട്, അതിനൊന്നും കുറിച്ചൊരു പരാതിയുമില്ല. LPG നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ മൗണ്ട് LPG ടെർമിനൽ സ്ഥാപിച്ചു വരുന്നുണ്ട്. അതേ സംബന്ധിച്ചുള്ള പല അനുഭവങ്ങളുണ്ട്. 1000-1 അപകടം മാത്രമാണ് അതിൽ സംഭവിക്കാറുള്ളത്. ഇത്തരം ഒരുപാട് കാര്യങ്ങളാണ് മുമ്പോട്ടെത്തുന്നത്. എന്നിട്ടും ആ ലോജിക്കുകളെ ഒന്നും പരിശോധിക്കാതെ, നിങ്ങൾക്ക് ജനങ്ങളെ കൃത്യമായി കൺവിൻസ് ചെയ്യിപ്പിക്കാനാകാതെ അവരെ വൈകാരികമായി പേടിപ്പെടുത്തി ഇളക്കി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ പിന്നിൽ അജണ്ട ഉണ്ടത്രേ. അതിൻ്റെ പിന്നിൽ ചില മാഫിയകളുടെ പേരും ശ്രീ KS ഡേവിഡ് എടുത്തു പറഞ്ഞു. ഇത്തരത്തിൽ ആശങ്കകൾ ഉണ്ട്. ലാസർ, മറുപടി പറയാം. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് 23 അംഗങ്ങളാണുള്ളത്. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് ഭരിക്കുന്നത് CPIM ആണ്. അപ്പോൾ CPIM ഭരിക്കുന്നൊരു പഞ്ചായത്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ അതിൻ്റെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കൃഷ്ണൻകുട്ടിയോട് നമ്മൾ ഇന്നലെ സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞൊരു കാര്യം, കൃഷ്ണൻകുട്ടി, നമ്മൾക്ക് ഇപ്പോഴാണ് ഈ പോലീസുകാർ അതിക്രമം നടത്തിയതിന് ശേഷമാണ് ഈ സമരത്തെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നതെങ്കിലും കൃഷ്ണൻകുട്ടിയെ പോലെയുള്ള സഖാക്കൾ ഒരുപാട് കാലമായി ഈ സമരസമിതിയും കമ്പനിയും ആയിട്ടുള്ള സമരങ്ങളിൽ മധ്യസ്ഥത വഹിക്കുകയും മധ്യസ്ഥ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന സഖാവ് ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യം, ജയഘോഷ് എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകൻ കമ്പനി അധികൃതരുമായി നടക്കുന്ന ഒരു ചർച്ചയിൽ, പല ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, ഒരു ചർച്ചയിൽ ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ജയഘോഷ് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ഒരെണ്ണത്തിന് പോലും മറുപടി പറയാൻ കമ്പനിക്ക് പറ്റുന്നില്ല. ഇത് എൻ്റെ വേടല്ല,
പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള CPM-കാരന്റെ വേടാണ്, CPM സഖാവിന്റെ വേടാണ്. ഒരു കാര്യത്തിന് പോലും ജയഘോഷിന്റെ ചോദ്യങ്ങൾക്ക് കമ്പനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല അവർ പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ കാറ്റിന്റെ നേരെ മണ്ണുവാരി എറിഞ്ഞിട്ട് ഓടിയാൽ മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കൃഷ്ണൻകുട്ടി എന്നോട് ചോദിക്കുകയാണ്, സുഹൃത്തെ ഞങ്ങള് ഇതാണോ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ പറയുന്നു വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവർ ഇത് നടത്തുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇത്തരം ചർച്ചകളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്ന ഏതാണ്ട് 60,000-ഓളം വരുന്ന ഞാൻ പറഞ്ഞോട്ടെ ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും, പഞ്ചായത്തിന്റെ CPM-കാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും മനസ്സിലാക്കിക്കാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ആ ജനങ്ങൾ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ പറയുന്നത്? ആ CPM-കാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് എനിക്കറിയില്ല. അദ്ദേഹം പാർട്ടി ക്ലാസുകൾക്കോ അല്ലെങ്കിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ അത്തരം സർക്കാരിന്റെ സംവിധാനങ്ങളിലോ പോയി കൺവിൻസ് ചെയ്താൽ അതൊക്കെ മാറും. ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കുന്നു. ആ CPM-കാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിടൂ, നമുക്ക് ഒരു വലിയ വിശാല പരിപ്രേക്ഷ്യത്തിൽ കാര്യത്തെ ചർച്ച ചെയ്യാം. നിങ്ങൾ ഇതുവരെയും ഈ കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്തുന്ന എത്രയോ ടാങ്കർ ലോറികൾ മറിഞ്ഞ് സാധാരണക്കാർ മരിച്ചിരിക്കുന്നു, പൊട്ടിത്തെറിച്ച് മരിച്ചിരിക്കുന്നു. അതേ സംബന്ധിച്ച് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അതേ സംബന്ധിച്ചൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? 300 കോടി ഈ ക്ഷാമമുള്ള കാലത്ത് 300 കോടി നികുതി ഇനത്തിൽ കേരളത്തിന് കിട്ടുമ്പോൾ അത് ക്ഷേമപ്രവർത്തനങ്ങൾക്കായി താഴേക്കൊഴുകുന്ന ഒരു സംവിധാനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിലപാടുണ്ടോ? ഇങ്ങനെ ഒന്നും വികസനത്തെ സംബന്ധിച്ച് നിലപാടില്ലാതെ നിങ്ങൾ ചുരുങ്ങിയ ചില ആശങ്കകൾ ഉയർത്തിക്കാട്ടിയാണ് കാര്യങ്ങൾ കാണുന്നത്. ഇതൊരു വാദമാണ്, മറുപടിയില്ല നിങ്ങൾക്ക്. ശ്രീലാസർ അല്ല, സ്വാഭാവികമായും ഞാൻ ഇപ്പൊ നമ്മൾ IOC-യെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എളങ്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ജനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളും CPM-കാരനും കൂടിയാണ്, ഭരിക്കുന്ന പാർട്ടിയെ കൂടി പ്രതിനിധീകരിക്കുന്ന ആളാണ്. ആ വാദത്തിൽ നമുക്ക് താല്പര്യമില്ല. അപ്പൊ നമുക്കിപ്പോ പരിപ്രേക്ഷ്യത്തിൽ സംസാരിക്കാം. പരിപ്രേക്ഷ്യത്തിൽ സംസാരിക്കുമ്പോൾ നീളത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനം, ഈ സംസ്ഥാനത്ത് ഞാൻ വേമ്പനാട് കായലിന്റെ കരയിൽ ജീവിക്കുന്ന ഒരാളാണ്. വേമ്പനാട് കായലിൽ കൂടി ഒരു നാഷണൽ വാട്ടർവേ ഉണ്ട്. നമുക്കതറിയാം, നാഷണൽ വാട്ടർവേ വരുന്നത് വളരെ മുമ്പാണ്. ഒരുപാട് കോടി മുടക്കി തന്നെയാണ് അത്തരം ഒരു വാട്ടർവേ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ സിഗ്നൽ ലൈറ്റുകളൊക്കെ അടക്കം വേമ്പനാട് കായലിൽ പൊങ്ങിക്കിടപ്പുണ്ട്. ഈ വാട്ടർവേ പറഞ്ഞിരുന്നത്, ഈ വാട്ടർവേയുടെ പ്രധാനപ്പെട്ട കാര്യം ഇത് ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. നീളത്തിൽ കിടക്കുന്ന ഒരു കായൽ, നമ്മൾ ഓർക്കുക, തിരുവനന്തപുരം വരെ പോകാൻ സാധിക്കുന്ന വിധത്തിലുള്ള കായൽ. നമ്മുടെ കുമാരനാശാൻ വന്നത് ഒക്കെ അറിയാമല്ലോ, നമുക്ക് ആ ഒരു വഴിയൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ കായൽ എന്ന് പറയുന്ന, ജലം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗം കിടക്കെ നമുക്കൊരു ചരക്കുമായി ബന്ധപ്പെട്ട ഒരു മാർഗം ഉണ്ടെന്നിരിക്കെ നമ്മൾ ആ മാർഗം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് പരിപ്രേക്ഷ്യത്തിൽ വരുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ പരിപ്രേക്ഷ്യത്തിൽ വരുന്ന ഈ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട പരിപ്രേക്ഷ്യത്തിൽ, വികസനത്തിന്റെ വലിയ പരിപ്രേക്ഷ്യത്തിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ്, നമ്മളൊരു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെ ഇത്തരത്തിൽ കടലിൽ കൂടിയും നമ്മൾ പദ്ധതികൾ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വിശാലമായ വികസനത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ ഇത്തരത്തിലുള്ള പാതകൾ, ജലപാതകൾ എന്നത് ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം പാതകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. വികസനമാണ്. താങ്കളോട് വെല്ലുവിളിക്കുന്നു, നാളെ കടൽ വഴിയോ ഈ ജലപാതയോ ഉപയോഗിച്ചാൽ ഇതിനേക്കാൾ വലിയ സംരംഭം മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പുതിയ പഠനം എന്നൊരു വാക്ക് മതി, അതുമായി ബന്ധപ്പെട്ടെത്തും. മെട്രോയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ലങ്സിന് ഡിസീസ് വരും, ഇത് മഴ പെയ്താൽ തെറ്റി താഴേക്ക് വീഴും. ഇങ്ങനെ ധാരണാ പിശകുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് കേരളം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. കരുതുന്നതിലൊരു ശരിയില്ലായ്മയുണ്ട്. കാരണം അങ്ങനെ കരുതുന്നതിൽ ശ്രീ കെ ജെ ജേക്കബ്, ഒരുപാട് മുറിവേറ്റ പാടങ്ങൾ ഉള്ളതാണ് കേരളം. താങ്കളുടെ ഫേസ്ബുക്ക് തന്നെ വീണ്ടും ഞാൻ ക്രോഡീകരിക്കുകയാണ്. അവശേഷിക്കുന്ന പാടങ്ങൾ, മുറിവേറ്റ ഭൂമി, ഇതൊക്കെ ഒരുപാടുണ്ട്. ഇതിനെ ഒന്നും മുറിവേൽപ്പിക്കാതെ കേവലം ചില ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ മുമ്പോട്ട് പോയാൽ മതിയോ? എന്താണ് ഈ വികസന ലിറ്ററസി? ശ്രീ കെ ജെ ജേക്കബ്, ചോദ്യം ക്ലിയർ ആയില്ല. അതായത് ഈ ഏറ്റവും കൂടുതൽ മുറിവേറ്റ ഒരു ഭൂമിയാണ് മലയാളത്തിൻ്റെത്. അതുകൊണ്ട് അവശേഷിക്കുന്ന പാടങ്ങൾ മുറിവേൽപ്പിക്കാതെ, പുഴകളെ മലിനപ്പെടുത്താതെ, ഒരു കേടും വരുത്താതെ ഇതുമായി ബന്ധപ്പെട്ടൊന്നും മുമ്പോട്ട് പോകേണ്ടതില്ല. മറിച്ച് ചില ക്ഷേമപ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് സർക്കാരുകൾ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുന്നിടത്ത് തീരുന്ന കാര്യങ്ങളാണോ ഇവിടെ ഉള്ളത്? ശ്രീ കെ ജെ ജേക്കബ്,
എനിക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് എനിക്കതിനോട് യോജിപ്പുള്ള ആളല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോജക്റ്റിന് വ്യക്തിപരമായിട്ട് ഞാൻ എതിരല്ല. കാരണം ഇത്തരം സുരക്ഷാപരമായ ആകുലതകൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഉണ്ടാകാം. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറും തുടങ്ങി അത് പ്ലാന്റ് ചെയ്യുന്ന ഉദയംപേരൂരെ ബോട്ടിൽ ചെയ്യുന്ന ഉദയംപേരൂരെ പ്ലാന്റ് തുടങ്ങി LPG ഉണ്ടാക്കുന്ന മംഗലാപുരത്തെ പ്ലാന്റ് തുടങ്ങി കൊച്ചിൻ റിഫൈനറി തുടങ്ങി കൊച്ചിയിലുള്ള NAD തുടങ്ങി വെല്ലിംഗ്ടണിലുള്ള അമോണിയം ടാങ്ക് തുടങ്ങി എവിടെ വേണമെങ്കിലും നമുക്ക് ആകുലതകൾ ഉണ്ടാകാം. അത് നമുക്ക് ആകെ കൂടി ചെയ്യാനുള്ളത് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ച് ഇത് സേഫ് ആക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയധികം ഇങ്ങനത്തെയുള്ള പെട്രോ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായ പ്രോട്ടോകോളുകളുണ്ട്. അത് നടപ്പാക്കാതെ ഒരു പദ്ധതിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത് ഉറപ്പുവരുത്താനുള്ള സ്വതന്ത്ര ഏജൻസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താണ് ചെയ്യുന്നത് എന്ന് ഇപ്പം ശ്രീ ലാസർ പറഞ്ഞല്ലോ. അതായത് അവിടെയുള്ള സമരസമിതിയുടെ ചെയർമാന്റെ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കൊടുക്കാൻ അവിടുത്തെ IOCയുടെ ആൾക്ക് പറ്റിയില്ല എന്നുള്ളത് എനിക്ക് പ്രഥമ ദൃഷ്ടി അത് വിശ്വാസമില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും, കാരണം ആ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യലാണല്ലോ അവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിക്കാരുടെ അവരുടെ ജോലി തന്നെ അതാണ്. അത്തരം അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ലോകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ബില്യൺ മുടക്കിയാണ് ആൾക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നത്. അപ്പോൾ അവർ ഇത്തരം ചോദ്യങ്ങളൊക്കെ സാധാരണഗതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സാമാന്യ ബുദ്ധി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഒരു സാധാരണ മനുഷ്യൻ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ആൾക്കാരാണ് ഇത്രയും പ്രോജക്റ്റുകളോട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം IOCക്ക് ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ എഴുതിയതാണ്. നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, സംശയങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അവരെ സംബന്ധിച്ച് 500 എവിടെ നിന്നാണ് ഈ 500 ടാങ്കിന്റെ കണക്കൊക്കെ വന്നത്? അപ്പോൾ ഇത്തരം കണക്കുകളും കാര്യങ്ങളും അവിടുത്തെ മനുഷ്യരുടെ അടുത്തേക്ക് കുത്തിച്ചെലുത്തിയ സംഭവങ്ങളുണ്ട്. അതങ്ങനെ അല്ല എന്ന് എന്തുകൊണ്ടാണ് ഇവർ സർക്കാർ പറയാത്തത്? അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സൃഷ്ടിച്ചതിൽ സർക്കാരിന് കൃത്യമായി ഉത്തരം പറയേണ്ടതുണ്ട്. ഇതിനൊക്കെ പരിഹാരമായി അശാസ്ത്രീയമായ പോലീസിന്റെ നടപടികൾ എത്തിച്ചേർന്ന സാഹചര്യത്തെ സംബന്ധിച്ചും സർക്കാരിന് പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇടവേള. ശ്രീ ലാസർ, അതായത് താങ്കൾ ഫേസ്ബുക്കിലൂടെ, താങ്കളുടേതാണെന്ന് തോന്നുന്നു, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞിട്ടുണ്ടായിരുന്നു KJ ജേക്കബ് താങ്കൾക്ക് ബോധ്യമല്ലെങ്കിൽ വരൂ, വൈപ്പിൻ കാർ ബോധ്യപ്പെടുത്തി തരും എന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. കൃത്യമാണ് നിലപാടുകൾ. വികസനവുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ രണ്ട് വശമാണ് ഇതിനുള്ളത്. ഒന്ന്, വികസനവുമായി ബന്ധപ്പെട്ട കേരളത്തിൻ്റെ വലിയ സാധ്യതകൾ. ഒന്ന്. രണ്ട്, ആശങ്കകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള അധികൃത ഇടപെടൽ. ഇത് വളരെ കൃത്യമായി ബാലൻസിങ്ങോട് കൂടി മുമ്പോട്ട് പോകണമെന്ന വാദമാണ് KJ ജേക്കബിൻ്റെ മാത്രമല്ല KS ഡേവിഡ് അടക്കമുള്ള ഒരുപാട് പേരുടെ വാദം. ഇതൊക്കെ നിങ്ങൾക്ക് കൺവിൻസിങ് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ടോ ലാസർ? സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് നടന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ കൊച്ചി. അപ്പോൾ അത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്താണ് ആ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് നടക്കുന്നത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒഴിപ്പിക്കലുകൾ നടന്നു, അതിൻ്റെ പാക്കേജ് നടന്നു. ഏറ്റവും ഗംഭീരമായ പാക്കേജ് നടപ്പിലാക്കുകയും ആ പാക്കേജ് വളരെ കൃത്യമായി, ഒരു സമരവും നമ്മൾ കണ്ടില്ലല്ലോ ഇതിൻ്റെ പേരിൽ. വളരെ വലിയ വികസന പ്രവർത്തനവും വളരെയധികം ആളുകൾ ഒഴിപ്പിക്കപ്പെടുകയും ചെയ്തല്ലോ. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ആ സർക്കാരിൻ്റെ സമയത്ത്, VS സർക്കാരിൻ്റെ സമയത്ത് ആ നടന്ന പാക്കേജിങ് അല്ലെങ്കിൽ ആ മനുഷ്യരോട് പെരുമാറിയ രീതി, ആ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു കാലം മുഴുവൻ സ്വന്തമായി ജീവിച്ചിരുന്ന അവരുടെ മണ്ണിനോട് മാറി താമസിക്കുന്ന ആ മനുഷ്യരോടുള്ള രീതി, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പെരുമാറേണ്ടത് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നതായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു വിചാരം ശരിയാണെങ്കിൽ, അന്ന് CPIMന്റെ പോളിറ്റ് ബ്യൂറോ VS അച്യുതാനന്ദന്റെ ആ സർക്കാരിനെ, LDF സർക്കാരിനെ അഭിനന്ദിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും കൃത്യമായ രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടത്തേണ്ട വികസന പ്രവർത്തനത്തിലെ ഒരു ഒഴിപ്പിക്കൽ എങ്ങനെ വേണം, ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നു. ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ചായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാണ് വികസനത്തിനെതിര്? എനിക്ക് തോന്നുന്നു ഒരു റോഡ് വന്നാൽ ഏറ്റവും അധികം സ്ഥലം മാറ്റി കൊടുക്കുന്നത് ഈ 2.5 സെന്റുകാരനാണ്.
ചിലപ്പോൾ 1 ഏക്കറുള്ളവനൊന്നും മാറ്റി കൊടുക്കില്ല. അവൻ കോടതിയിൽ പോകും. കോടതിയിൽ പോകാൻ അവന്റെ കാശുണ്ട്. അവൻ പഞ്ചായത്തിനോട് തടയും. പക്ഷെ ഒരു സാധാരണക്കാരൻ അത് ചെയ്യുന്നവനല്ല സാധാരണക്കാരൻ. നമ്മൾ സാധാരണക്കാരുടെ നേരെ അത്തരത്തിൽ വികസന വിരുദ്ധർ 2.5 സെന്റ് ഉള്ളവൻ സ്ഥലമില്ലാത്തവനൊക്കെ എന്നതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. അവരുടെ ആകുലതകളെ അവരുടെ ശ്രീ ലാസർ 2 മൊബൈൽ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർ മൊബൈൽ ടവർ സമരം ചെയ്യുന്നു. നമ്മൾ ശ്രീ ലാസർ 2 മൊബൈൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു മൊബൈൽ ടവറിനെതിരെയുള്ള സമരത്തെയും വീട്ടിൽ ഗ്യാസ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തെയും നമ്മൾ എങ്ങനെയാണ് വൈപ്പിനിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് സുഹൃത്തെ? നമുക്ക് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? അതാണ് ആ കണക്ട്. നമ്മൾ ഒരു ലോകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് കണക്ട് ചെയ്യുക? നിങ്ങൾ പറയുന്നതിലെ ഒരു ടവർ മറിഞ്ഞു വീണ് ഉണ്ടാകുന്ന അപകടം പോലെയാണോ ഈ പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന സംഭരണശാലയുടെ അപകടവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിക്കുന്ന ആകുലത? ആ ജനം ഉന്നയിക്കുന്ന ആകുലത വളരെ പ്രധാനപ്പെട്ടതാകുന്നത് ഈ പറയുന്ന പ്ലാന്റിന്റെ എങ്ങനെയാണ് കാണുന്നത്? കൃത്യമല്ല ഉത്തരം. ശ്രീ നിതിൻ കണിച്ചേരിയിലേക്ക്, അതായത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിഷയം ശരിയാണ്. അതായത് കൃത്യമായ ഒരു ജനതയുടെ ആവശ്യം, ആ ആവശ്യത്തെ ഏറ്റവും ശാസ്ത്രീയമായ പഠനങ്ങൾ വഴി ആഘാതം കുറച്ചുകൊണ്ടുവരുന്ന സംരംഭങ്ങളെ പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാകുന്നില്ല എന്ന് സർക്കാരിന്റെ പരാജയമാണ്. 2, ഒരു ജനകീയമായ സമരം നടത്തുമ്പോൾ അവിടെ പോലീസിംഗ് അവിടെ പ്രശ്നമായി. സാധാരണക്കാരായ ഇതൊക്കെ സർക്കാരിന്റെ കൈകാര്യകർത്തൃത്വത്തിലെ ചില പിഴവുകളാണ്. ഈ പിഴവുകൾക്കുള്ള ബാധ്യതയാണ് ഇന്ന് ആ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കുന്നതിലേക്ക് എത്തിയത് എന്നൊക്കെ ഒരു വാദമുണ്ട്. അതിനും കൂടി ഒരു മറുപടി പോലീസിംഗ് പ്രശ്നത്തെ അടക്കം. ശ്രീ നിതിൻ കണിച്ചേരി, ഇവിടെ വളരെ പ്രധാനപ്പെട്ട അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ലാസറിന്റെ രാഷ്ട്രീയ താല്പര്യം എന്താണ്, രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയും ഈ സമരത്തെ സർക്കാരിനെതിരാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ ഈ ഉയർന്നു വന്ന സമരം മുഴുവൻ ഈ സർക്കാരിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വാദമുഖങ്ങളാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അദ്ദേഹം എന്ന് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സാങ്കേതികമായും അല്ലെങ്കിൽ ഇതിൻ്റെ അപകടാവസ്ഥയൊക്കെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ചർച്ചയിൽ മറ്റ് ഇതര ആളുകളുമെല്ലാം ഇവിടെ സൂചിപ്പിച്ചതാണ്. അപകട സാധ്യത ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലുമുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയിലുണ്ട്, വീട്ടിലെ ഗ്യാസിലുണ്ട്, റോഡിലൂടെ പോകുന്ന ടാങ്കർ ലോറിയിലുണ്ട്, എല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു ഓണത്തിൻ്റെ ദിവസമാണ് കണ്ണൂരിലെ ചാലയിൽ ഗ്യാസുമായി പോയ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചത്. ഏതാണ്ട് അതിനോട് സമാനമായ ഒരു സമയത്ത് തന്നെയായിരുന്നു കരുനാഗപ്പള്ളിയിൽ അപകടം ഉണ്ടായത്. എത്ര ആളുകൾക്കാണ് ആ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്? അതുകൊണ്ട് അതിനർത്ഥം അതോടുകൂടി കേരളത്തിൽ ഇനി ഓടുന്ന എല്ലാ ടാങ്കറും നിരോധിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഇതിനെടുത്ത തീരുമാനം. ഇവിടെ പ്രശ്നം എന്താ? ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രദേശത്ത് ഒരു പദ്ധതി വരുമ്പോൾ ആ ജനങ്ങൾക്ക് ഒരു ആശങ്കയുണ്ടാകുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അവരുടെ മറ്റേതെങ്കിലും തരത്തിൽ ഈ ആശങ്കകൾ ദൂരീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കഴിഞ്ഞ 1 വർഷമായി അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു. ആ നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ച. ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സമരത്തിന്റെ പേരിൽ വരുന്ന എല്ലാ പദ്ധതികളും വികസനം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കെട്ടിടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും പാതകളുടെ വീതി കൂട്ടുക എന്നുള്ളതും മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരിലേക്കും പാവപ്പെട്ടവനിലേക്കും എല്ലാ സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പുതിയ പദ്ധതി ജനങ്ങൾക്ക് വേണ്ടി, ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് വേണ്ടി ഉയർന്നു വരുമ്പോൾ പല വാദമുഖങ്ങൾ ഉപയോഗിച്ച് ഗൂഢമായ താല്പര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച് അതിനെ അവസാനിപ്പിക്കാൻ ആരെങ്കിലും നോക്കിയാൽ അതിന് ഈ സർക്കാർ വഴങ്ങുന്ന പ്രശ്നമില്ല എന്നുള്ളതാണ് ഇന്ന് സർക്കാർ. അതായത് ഇതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പ്രധാനമായും നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജയ്പൂരിൽ നടന്നതാണ്. അതും വെറും 14 പേരാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടത്. ഇത്രയേറെ ആയിരക്കണക്കിന് പ്രോജക്റ്റുകൾ രാജ്യത്തുള്ളതിൽ ആ ചെറിയ അപകടം ഒഴിച്ചാൽ വല്ലാതെ എടുത്തു കാണിക്കാവുന്ന ഒരു അപകടവുമില്ല. പക്ഷെ എന്നിട്ട് പോലും ഇത് ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാനാകുന്നില്ല എന്നത് പരാജയമാണ്. നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും കൺവിൻസ് ചെയ്യിപ്പിക്കാനാകുന്നില്ലെന്നാണ് ലാസർ പറയുന്നത്.
അതെല്ലാം ലാസറിന്റെ വാദങ്ങളാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിൽ വിരോധമുള്ള ആളുമല്ല ഞാൻ പറഞ്ഞത് ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. ആ പ്രദേശവാസികൾക്കുള്ള ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ നിഗൂഢമായ താല്പര്യങ്ങൾ വെച്ച്, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ജനങ്ങളെ ഇടക്കി വിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഇതിൻ്റെ മുമ്പിൽ ഏതാണ്ട് ഒരു മനുഷ്യ കവചങ്ങൾ പോലെ ഉപയോഗിച്ച് ഈ സർക്കാരിനെ രാഷ്ട്രീയമായി നേരിടാം എന്ന് കരുതി വരുന്ന, സമരത്തിന് ഇളക്കി വിടുന്ന ഗൂഢതാൽപര്യക്കാർക്ക് മുമ്പിൽ ഏതെങ്കിലും നിലയിൽ മുട്ടുമടക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. അത് തന്നെയാണ് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കുകയും ചെയ്തു. ശ്രീ കെ എസ് ഡേവിഡ്, താങ്കൾ നേരത്തെ നിരീക്ഷിച്ചു സമരം അവസാനിപ്പിക്കാൻ ഇവർക്കാകില്ല. കാരണം ഇവരുടെ പിന്നിലുള്ളതിൻ്റെ ആ സ്വഭാവം ഒരുപക്ഷെ ആ അജണ്ടകൾ നിശ്ചയിക്കപ്പെടുന്ന ഫണ്ടുകളുടെ സ്വഭാവം അടക്കമുള്ള ആരോപണം താങ്കൾ ഉന്നയിച്ചു. ശരിയാണ്. പക്ഷെ അതുപോലെ മറ്റൊരു മാനവുമുണ്ട്. ഇന്ന് സർക്കാർ പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, തീർച്ചയായും ഒരു തരത്തിലുമുള്ള ഇടപെടലുകൾ, കാരണം ഇതിൽ നിന്ന്, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടായാൽ ഒന്ന് കേന്ദ്ര ആവിഷ്കൃതമായൊരു പദ്ധതിയാണ്, സംസ്ഥാനത്തിന് ഉപകാരമുള്ളതാണ്. ഇതിൽ നിന്ന് പിന്മാറിയാൽ നൽകുന്ന മറ്റൊരു സന്ദേശമുണ്ട്. അത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തെ ആകെ, ഇനി വരാൻ പോകുന്ന വികസന ഭാവിയാകെ ബാധിക്കുന്നതാണ്. അതൊക്കെ ശരിയായ കണ്ടെത്തലുകളാണ്. പക്ഷേ സർക്കാരും ഈ സമരത്തെ എങ്ങനെ ഒത്തുതീർപ്പാക്കി പദ്ധതികളുമായി മുമ്പോട്ട് പോകും? അതും അവരുടെ മുമ്പിൽ ഒരു ഹെർക്കുലിയൻ ടാസ്ക് തന്നെയല്ലേ? ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പദ്ധതിയല്ല. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുവൻ നടന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തല്ല. ഇത് ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇത് നടപ്പിലാക്കേണ്ട ചുമതല ഈ രാജ്യത്തെ എല്ലാ ഭരണകൂടങ്ങൾക്കുമുണ്ട്. അതൊന്ന് മാറി നിൽക്കാൻ പോലീസിന് പോലും കഴിയില്ല. അവർ കോർട്ടലക്ഷ്യത്തിന് നടപടി നേരിടേണ്ടി വരും. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ സമരം തുടങ്ങുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ മാത്രം പൊട്ടിപ്പുറപ്പെട്ട ഈ സമരത്തിന്റെ അജണ്ട എന്താണെന്ന് നമ്മൾ അറിയേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് മനസ്സിലാക്കിയത് വേണം നമ്മൾ. ഒരു തീവണ്ടി അപകടം ഉണ്ടായതുകൊണ്ട് തീവണ്ടി നിരോധിക്കുന്നതല്ല. എവിടെയോ രാജസ്ഥാനിലോ മറ്റോ ഒരു അപകടം ഉണ്ടായി എന്നുള്ളതിന്റെ പേരില് ഇത് നിരോധിക്കണം എന്ന് പറയുന്നത് അപഹാസ്യമാണ്. ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ വികസനത്തിന് നിദാനമാകാവുന്ന ഒരു വലിയ പ്രോജക്റ്റാണിത്. അത് മനസ്സിലാക്കി നമുക്കറിയാലോ, ഇതുപോലെ പല കാര്യങ്ങളിലും കൊട്ടിഘോഷിച്ച് സമരം ചെയ്യുകയും പാതിരാത്രി ആരുമില്ലാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്ത അനേക സമരങ്ങൾ. ആ സമരം പോലെ തന്നെ ഇത് അവസാനിക്കും, സംശയമൊന്നുമില്ല. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ പാവപ്പെട്ട സ്ത്രീകളെയും എന്താണ് ഗ്യാസ് എന്ന് പോലെ അറിയാൻ വയ്യാത്ത പാവപ്പെട്ട കുട്ടികളെയും നടുവേലത്ത് റോട്ടിലിറക്കി സമരം ചെയ്യുന്നത് എന്തിന്റെ പേരിലാണ്? ആരാണ് ഇത് ഫൈനാൻസ് ചെയ്യുന്നത്? ആരാണ് ഇതിന്റെ പിന്നിലെ പ്രചോദനം? എന്താണ് ഇതിന്റെ രഹസ്യ അജണ്ട? ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത്. അതല്ല, ഈ കേസ് ഡേവിഡ്, അത്തരത്തിലൊരു സമരം ഒരു ആശങ്കയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ആ സമരം നയിക്കപ്പെടുന്നവരെയൊക്കെ ഈ അജണ്ടയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ക്ലീഷയുണ്ട്. അത് ശരിയല്ല എന്നൊരു പരിഭവം കൂടി അവർ പറയുന്നുണ്ടല്ലോ. അതിനൊരു കൺവിൻസിംഗ് ന്യായം നിരത്തും. സമരം നടത്തുന്നതിൽ 80% പേരും ആരെന്തിനു വേണ്ടി സമരം നടത്തുന്നു എന്നറിയാതെ ചില പ്രത്യേക മതസംഘടനകളുടെ സമ്മർദ്ദത്തിൽ അതിൽ വന്നുപെട്ടവരാണ്. അവരെ നിങ്ങൾ കണ്ട് സംസാരിക്കണം. ആർക്കും അറിയില്ല എന്തിനാ സമരം ചെയ്യുന്നത്. 8 കൊല്ലമായിട്ടില്ലാത്ത സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു രഹസ്യ അജണ്ട വേണ്ടേ? ആ അജണ്ടയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതാണ് ഈ ആശങ്ക നൽകുന്നത്. കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്തെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നു. തീർച്ചയായും ശ്രീ കെ ജെ ജേക്കബിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. ശ്രീ കെ ജെ ജേക്കബ്, ഈ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് പഴയ കാര്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്താണെങ്കിൽ പോലും, അതായത് ഒരു വ്യക്തിയെപ്പോലും ഒരു ജനകീയ ഭരണം നടക്കുന്ന സമയത്ത് അടിക്കരുത്, മർദ്ദിക്കരുത് എന്നതാണ് ഒരു പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനും പൗരനും എന്നുള്ള നിലയിൽ നമ്മുടെ എല്ലാം വാദം. പക്ഷേ നാം കണ്ടിട്ടുണ്ട് കിള്ളിയിൽ പോലീസ് തേർവാഴ്ച നടത്തിയത്, വീടുകളിലേക്കൊക്കെ ഇരച്ചു കയറുന്നു കുട്ടി. അത്തരത്തിലൊന്നും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക എന്നതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ CR നീലകണ്ഠൻ്റെയൊക്കെ തോളിൽ പിടിച്ചിട്ടാണ് വളരെ സൗഹാർദ്ദപൂർവ്വം പോലീസ് കൊണ്ടുപോകുന്നത് കണ്ടത്. പക്ഷേ എന്നാൽ ചില എടുത്ത് മർദ്ദനങ്ങൾ കാണുകയും ചെയ്തു. പോലീസിനെ ഒരു തരത്തിലും ന്യായീകരിക്കുകയുമല്ല. അങ്ങനെയാണെങ്കിൽ ആ ഹാൻഡിലിംഗ്, സിറ്റുവേഷൻ ഹാൻഡിലിംഗ്, ഒരു പക്ഷേ ലോ ആൻഡ് ഓർഡർ ആകുമ്പോൾ എല്ലാ പോലീസും ആ വിധത്തിൽ പെരുമാറുന്നതല്ലേ? ഇതിന് മാത്രം ചില പ്രത്യേകതകൾ ചാലിക്കുന്നതും കേസ് ഡേവിഡ് പറഞ്ഞതുപോലെ ഈ സമരം LDFൻ്റെ കാലത്ത് മാത്രമുണ്ടായതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടി വായിക്കേണ്ടതാണോ? ഇതിലൊന്നും എനിക്കൊരു യോജിപ്പുമില്ല. നിങ്ങളെന്താ പറയുന്നത്? CR നീലകണ്ഠന്റെ തോളിൽ കൈയിട്ട് നിങ്ങളെന്താ ആ ഭാഗം മാത്രം കണ്ടത്? ഒരു സീനിയർ, ഒരു IPS ഉദ്യോഗസ്ഥൻ മനുഷ്യൻ
ഇല്ലില്ല, നിങ്ങൾ പറഞ്ഞത് തോളിൽ കൈയിട്ട് കാര്യം അത് ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ IPS ഉദ്യോഗസ്ഥന്മാർ തോന്നിച്ചിട്ടുണ്ട് അവർ ഇത്തരം ഈ എക്സസ് നടത്താതിരിക്കാൻ ശ്രമമാണ്. ഇയാളെ തലയ്ക്ക് വെളിവില്ലാണ്ടല്ലേ മനുഷ്യരോട് പുറത്ത് ചുമ്മാ മെക്കെട്ട് കയറിയത്. സത്യം നിങ്ങളെ വീഡിയോ നോക്കണം, അതിനകത്ത് കാണുന്നത് ഈ പോലീസ് സൂപ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഇയാളെ നാട്ടുകാരെ മറ്റു പോലീസുകാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് ഭ്രാന്ത് എടുത്ത മാതിരിയാണ് അയാൾ സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നിന്ന് ആൾക്കാരെ മറ്റു പോലീസുകാർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന ചിത്രം നിങ്ങളെ വീഡിയോ എടുത്ത് നോക്കുക. ഞാനത് കണ്ട് അതിശയപ്പെട്ടു പോയി. അങ്ങനെയാണ് നിങ്ങളൊരു അത്തരം പിന്നെ ഉദ്യോഗസ്ഥരാണ് നിങ്ങളൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്, അതും നാട്ടുകാർ മുഴുവൻ സമരം ചെയ്യുന്നിടത്ത്. അതൊക്കെ റിഡിക്കുലസ് ആണ്. അത് വെച്ചിട്ടുണ്ടെങ്കിലും അതാണ് ഞാൻ പോലീസിന്റെ കുത്തിന് പിടിക്കുന്ന മേധാവിയെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് കൊണ്ടുപോകുന്ന സീനുകളൊക്കെ കോളേജിനുള്ളിൽ നാം കണ്ടിട്ടുണ്ട്. നമ്മൾ അത് വെച്ച് നിങ്ങൾക്ക് ഇത് ന്യായീകരിക്കാൻ പറ്റുമോ? ഒരിക്കലും ന്യായീകരണമല്ല. പിന്നെന്താ നിങ്ങൾ പറയുന്നത്? ഇല്ല, അതല്ല ന്യായീകരണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റ് വരണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിനകത്ത് ലാസർ ഷൈനും അതുപോലെ തന്നെ ആൾക്കാർ നടത്തുന്ന കുപ്രചരണങ്ങൾ എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞ ജയ്പൂർ അപകടം IOCയുടെ ഒരു ഡെപ്പോ, കേരളത്തിൽ 1 ഡസൻ ഡെപ്പോകളുണ്ട്. നിങ്ങളെല്ലാം ഇതെല്ലാം അടച്ചുപൂട്ടുവോ? അടച്ചുപൂട്ടില്ലല്ലോ. ലാസർ ഷൈൻ്റെ അദ്ദേഹത്തിന്റെ ഭാര്യകൾ എഴുതി പിന്നെ ഇത് അദാനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് എന്താ സംബന്ധമാണ് എഴുതി വെച്ചിരുന്നത്? അത് ആ പ്രോജക്റ്റ് വേറെ ഈ പ്രോജക്റ്റ് വേറെ. ഇത്തരം നുണപ്രചരണങ്ങളുണ്ട്. അത് വേറെ വിഷയം. അത് നിങ്ങൾ നാട്ടുകാരുടെ കൺസേൺ അഡ്രസ് ചെയ്യണം. അതിന്റെ ബേസിസിൽ നിങ്ങൾ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ അങ്ങോട്ട് നാട്ടുകാരുടെ കണിച്ചേരിയാണ് മറുപടി പറയേണ്ടത്. കണിച്ചേരിയിലേക്ക് പോകാം. അതിനു മുമ്പ് ശ്രീ കെ ജേക്കബ് ഒരു കാര്യം കൂടി, അതായത് ഈ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്ന USSRന്റെ ഒക്കെ തകർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതനുസരിച്ച് മാറിയിരിക്കുന്നു. വികസനത്തിന് കൂടി അവർ ഭരിക്കുന്നിടത്ത് വികസനത്തിന് നേരത്തെ ഉണ്ടായിരുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങളെ മൂർച്ഛിപ്പിക്കുക എന്ന സംവിധാനം വിട്ട് വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ നീങ്ങുന്നു. ഈ നന്ദൂരും സിംഗൂരും നന്ദിഗ്രാമവും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആ പ്രസ്ഥാനത്തിന് വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ അത് യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഒരു ബംഗാളിക്ക് പോലും ഇവിടേക്ക് എത്തേണ്ടി വരുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം പിന്നീട് കാലം ബാക്കി വെച്ചു. നന്ദിഗ്രാമും സിംഗൂരുമാണ് ഇവരൊക്കെ ഇടതുപക്ഷത്തെ ഭീഷണിപ്പെടുത്താൻ എടുത്തു കാണിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വരികയും ആ മാറ്റത്തിനെ ജനകീയ സംരംഭങ്ങളുമായി ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാറേണ്ടി വരുന്നു. പകുതിയിൽ കൂടുതൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന ഒരു സർക്കാരിന് ഇതൊക്കെ കൃത്യമായി ഇടപെടേണ്ട ബാധ്യത കൂടി ഇല്ലേ? ആ ബാധ്യത കൃത്യമായി ഈ സർക്കാർ ഇപ്പോൾ നിറവേറ്റിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആ ഒരു ചോദ്യം കൂടി. എനിക്ക് ഇക്കാര്യത്തിൽ ഇത് 3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ആ പ്ലാന്റ് അവിടെ വേണോ വേണ്ടയോ? വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പ്ലാന്റ് സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബാക്കി ഒരു കാര്യത്തിൽ ഞാൻ സർക്കാരിൻ്റെ ഒപ്പമില്ല. ഒന്ന്, പോലീസിനെ വിട്ട അവർ നേരിട്ട കാര്യം. 2, ആ പ്രദേശത്തെ മനുഷ്യരുടെ വളരെ ജെനുവിനായിട്ടുള്ള ആശങ്കകൾ അകറ്റുന്നതിനും അവിടെ നടന്ന സത്യവിരുദ്ധമായ പ്രചരണങ്ങൾ പൊളിച്ചു കാണിക്കുന്നതിനും സർക്കാരോ IOC ഒന്നും ചെയ്തിട്ടില്ല. ഈ 3 വിഷയങ്ങൾ എടുത്താൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് സർക്കാരിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അതായത് ആ പ്രോജക്റ്റ് അവിടെ വേണം എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിൽ. അത് സാധാരണഗതിയിൽ സേഫ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരിൽ ശ്രീ ലാസർ, ഈ സമരവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ നിലപാട്, ഭാവി പരിപാടികളെ സംബന്ധിച്ച് വളരെ ചുരുക്കിയെന്ന് പറയുമോ? 10 സെക്കൻഡ്. അല്ല, അത്തരം നിലപാടുകൾ പറയേണ്ട ആളല്ല ഞാൻ. അത്തരം നിലപാടുകൾ പറയേണ്ടത് സമരസമിതിയാണ്. നമ്മൾ പൊതുവെ അത്തരം സമരങ്ങളോട് ഐക്യദാർഢ്യപ്പെടുന്ന ഒരാളാണ്. നമ്മൾ ആ സമരത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് തുടരുകയാണ്. അങ്ങനെയല്ല സുഹൃത്തെ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വളരെ വളരെ മോശവുമാണ്. അത്തരത്തിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കരുത്. കാരണം താങ്കൾ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, താങ്കൾ CPIMന്റെ ഭരണഘടന വായിക്കണം. CPIMന്റെ ഭരണഘടന വായിക്കണം. താങ്കൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു സമരവും ഭരണവും ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ള കാര്യത്തിൽ CPIM മാറ്റം വരുത്തിയെന്ന് താങ്കൾ പറഞ്ഞു. നുണ പറയരുത്. എനിക്ക് തോന്നുന്നു നിതിനെ പോലെയുള്ള സഖാക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് താങ്കൾ നുണ പറയരുത്. CPIMന്റെ ഭരണഘടനയിൽ ഭരണം എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു ലെവി അടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്.
അതല്ലാതെ CPM എവിടെയാണ്? CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭരണഘടന എന്ന് പറയുന്ന ഊന്നി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. ആ CPIM-നെ പറ്റി നുണ പറയരുത്. ആ CPIM-നെ പറ്റി നുണ പറയരുത്. ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു മാറ്റവും വന്നിട്ടില്ല. നിതിൻ പറയട്ടെ. ശ്രീ കണിച്ചേരി ഏറ്റവും ഒടുവിലേക്ക്, അതായത് 3 കാര്യങ്ങൾ ചർച്ചയ്ക്ക് അന്തിമമായി രൂപം കൊള്ളുകയാണ്. അതായത് ശ്രീ KJ ജേക്കബ് അടക്കം അതായത് ഒരു കാര്യം, അതായത് ഈ പദ്ധതി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഒന്ന് അവർ പോലും മുമ്പോട്ട് വെക്കുന്ന സർക്കാരിൻ്റെയും പൊതുജന താല്പര്യത്തിൻ്റെയും ഭാഗമായി ഈ പദ്ധതിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും മുമ്പോട്ട് വെക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആശങ്കകളൊക്കെ ചില കോണുകൾ പ്രചരിപ്പിക്കുന്ന കുൽസിത ശ്രമങ്ങൾക്ക് വീഴുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. അതിനെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ആയില്ല എന്നുള്ള അധികൃതരുടെ ഒരു വീഴ്ച. 2, പോലീസിംഗ് പോലെയുള്ള ഇടപെടലുകൾ നടത്തി. ഇതിനെ അനുകൂലിക്കുന്നവർക്ക് പോലും വിമർശിക്കാൻ അങ്ങനെ പാദങ്ങൾ ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ പരാജയമോ? ഇതിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഒന്ന്, CPIM-ന്റെ പരിപാടിയും ഭരണഘടനയും സംബന്ധിച്ചല്ലല്ലോ നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പോഴത് ചർച്ച ചെയ്യണമെന്ന് ഇവരുമായി ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. ആശങ്ക സർക്കാർ പരിഹരിച്ച് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യും. ആ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. പിന്നെ പണ്ടെപ്പോഴും എഴുതിയ ഒരു പരീക്ഷ ആളുകളെ മുഴുവൻ തല്ലാനുള്ള അധികാരമാണ് എന്നൊക്കെ കരുതി നടക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഈ സർക്കാർ സംരക്ഷിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ശ്രീ ജേക്കബ് സാറിനെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹമൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കിങ്ങും കമ്മീഷണറും ഒക്കെ കണ്ട് അസിസ്റ്റന്റ് കളക്ടറും IPS-ഉം ഒക്കെ ആയി ജില്ലാ പോലീസ് സൂപ്രണ്ടും ഒക്കെ ആയിട്ട് വരുന്ന ആളുകൾ പെരുമാറുമ്പോൾ എങ്ങനെയാണ് അവരോട് തിരിച്ച് മാധ്യമങ്ങളൊക്കെ പ്രതികരിക്കേണ്ടത് എന്നുള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അതുകൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, സർക്കാർ ഇതിൽ ഏതെങ്കിലും നിലയിൽ ജനങ്ങളോട് അതിക്രമം ചെയ്ത ആളുകളെ സംരക്ഷിക്കുകയല്ല ചെയ്തത്, ആ ജനങ്ങളെ തള്ളിപ്പറയല്ല ചെയ്തത്. ആ സമരം ചെയ്യുന്ന ആളുകളെ ഉത്തരവാദിത്വത്തോടുകൂടി വിളിച്ച് അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുകയാണ്. അതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത്. അതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഒരു ജനകീയ സർക്കാരാണെന്ന് പറയാനുള്ള കാരണം. തീർച്ചയായും സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു. ഇത് തോൽവിയുടെ രാത്രിയാണ്. ആട്ടിൻ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അതിൽ നിന്ന് ചോര നക്കാനെത്തിയ കുറുക്കന്മാർക്കുള്ള തോൽവിയുടെ രാത്രിയാണ്. അങ്ങനെ ജനകീയ ഇടപെടൽ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്ന വാദവുമുണ്ട്. തീർച്ചയായും ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചർച്ച ജനങ്ങളിലേക്ക്, ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.